ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുന്ന ഈ ഒരു നൈറ്റിയുടെ നെക്കാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്തതായിട്ട് ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും ഉൾപ്പെടുത്തുന്നില്ല. ഞാൻ 3 നൈറ്റിയുടെ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിപ്പോൾ ഫ്രണ്ടിലുള്ള നൈറ്റിയുടെ ബോഡി പാർട്ടാണ് ഇതുപോലെ വിരിച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു ബ്ലാക്ക് കളർ പീസ് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതൊരു ഫാബ്രിക്കാണ് എടുക്കുന്നത് അതിനോട് മാച്ച് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഫാബ്രിക് കൂടി ഇതുപോലെ ഒരു ചെറിയൊരു പീസ് എടുക്കാം. അതിനുശേഷം ഞാൻ ഈ ഒരു പീസ് പൈപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. രണ്ടും ഞാൻ വാങ്ങിയതൊന്നല്ല, വീട്ടിലുള്ള ഫാബ്രിക് തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്കും അതുപോലെ എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പീസ് പേപ്പർ ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. പേപ്പർ ഷുഗർ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നെക്ക് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ 12 ഇഞ്ച് വീതിയും 9 ഇഞ്ച് നീളവുമുള്ള ഒരു പേപ്പർ ഷുഗർ പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഇതൊന്ന് നടു മടക്കിയതിന് ശേഷം ഒന്ന് പിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പേപ്പർ ഷുഗറിൽ മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ലെങ്ത്തിൽ മാത്രം നമ്മൾ അരയിഞ്ച് എക്സ്ട്രാ കൊടുത്താൽ മതി. നെക്കിൻ്റെ ലെങ്ത്തിൽ അരയിഞ്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അരയിഞ്ച് കറക്റ്റ് ആവും. അപ്പോൾ നമ്മൾ എത്രയാണ് ലെങ്ത്ത് വേണ്ടത് അതിനോട് അരയിഞ്ച് എക്സ്ട്രാ കൊടുക്കുക. എനിക്കിവിടെ 5 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. ഞാൻ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു. വിഡ്ത്ത് എത്രയാണ് വേണ്ടത് സെയിം തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ 3 ഇഞ്ചാണ് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ വിഡ്ത്തൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു അളവ് തന്നെയായിരിക്കും നമുക്ക് നെക്ക് കിട്ടുക. ഓക്കെ, ഇനി ഞാൻ ഈ പോയിന്റുകൾ തമ്മിലൊന്ന് ബോക്സ് ആക്കിയിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്കൊന്ന് ബോക്സ് ആക്കി വരച്ചെടുക്കാം. ഓക്കെ, ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഏതൊരു ഷേപ്പിലുള്ള നെക്ക് വേണമെങ്കിലും വരച്ചെടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ റൗണ്ട് നെക്ക് വേണ്ടവർക്ക് റൗണ്ട് നെക്ക് വെക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് നെക്കിന് ഷേപ്പ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഷേപ്പിലാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പാണ് ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വിഡ്ത്തിൽ നമുക്ക് മാറ്റം വരുത്തൊക്കെ ചെയ്യാം കേട്ടോ. 1 ഇഞ്ച് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നല്ല നൈസായിട്ടായിരിക്കും കിട്ടുക. 2 ഇഞ്ച് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വിഡ്ത്ത് കൂട്ടേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ഇവിടെ 2.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇതുപോലെ ഇപ്പോൾ നമ്മൾ വരച്ചെടുത്ത നെക്കിന് പുറത്തേക്കായിട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നും നമുക്ക് താഴേക്ക് ഇതുപോലെ 2.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. ശേഷം ഇതൊന്ന് നമുക്ക് ഷേപ്പ് ആക്കിയിട്ട് വരയ്ക്കാം. ഇതിൽ ഷേപ്പിൽ മാറ്റം വരുത്തേണ്ടവർക്ക് വരുത്താം കേട്ടോ. കണ്ടില്ലേ, അപ്പം ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഇവിടെ വരച്ചെടുത്തിട്ടുള്ളത്. ഷേപ്പിലും അതുപോലെ തന്നെ വിഡ്ത്തിലൊക്കെ നമുക്ക് മാറ്റം വരുത്താൻ കഴിയും. നമ്മളപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തു. അതിനുശേഷം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചുരിദാറിൻ്റെ നെക്കിനൊക്കെ ഇതുപോലെ ഇതിനേക്കാൾ കുറച്ചൊരു വിഡ്ത്ത് കുറച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഇത് ഇതുപോലെ ഒന്ന് അറ്റത്തേക്ക് കൂർപ്പിച്ചിട്ട് വരയ്ക്കണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം. അപ്പം വേറൊരു ഷേപ്പായില്ലേ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഞാനിപ്പോൾ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്ക് ഈ ഒരു ഷേപ്പിലാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്.
കണ്ടില്ലേ? ഇനി നമ്മൾ ഈ ഒരു പേപ്പർ ഷുഗർ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് കളർ പീസിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഈ ഫാബ്രിക്കിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ പേപ്പർ ഷുഗറിൻ്റെ ഇരുവശങ്ങളിൽ ഒരു വശം കുറച്ചൊരു തിളക്കമുള്ള വശമായിരിക്കും. ഓക്കെ. ഇത് ക്യാൻവാസ് എന്ന് പറയും ചിലവർ ഷുഗർ പേപ്പർ എന്ന് പറയും. ഓക്കെ, എല്ലാം ഒന്ന് തന്നെയാണ്. ക്യാൻവാസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കട്ടിയുള്ള ടൈപ്പായിരിക്കും. നമ്മൾ ഷർട്ടിന് കോളറൊക്കെ വെക്കില്ലേ, അപ്പോൾ ആ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആ തിളക്കമുള്ള വശം അകത്തേക്ക് വരുന്ന രീതിയിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വിരിച്ചെടുക്കുക. സെൻറ്ററൊക്കെ കറക്റ്റ് ആക്കിയിട്ട് വിരിച്ചെടുത്ത് ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ആ ചൂട് തട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഒട്ടിപ്പിടിക്കും. ഞാൻ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ? ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു എക്സ്ട്രാ വരുന്ന 1/2 ഇഞ്ച് ഫാബ്രിക് ഈ പേപ്പർ ഷുഗറായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് നമ്മൾ സാധാരണ ഫെവിക്കോളും അല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂവോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫാബ്രിക് ഗ്ലൂ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫാബ്രിക് ഗ്ലൂവോ അല്ലെങ്കിൽ ഫെവിക്കോളോ എന്തുണ്ടെങ്കിലും അത് യൂസ് ചെയ്യാം. ഓക്കെ. നമ്മൾ മടങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം. നല്ല നീറ്റിൽ തന്നെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒന്ന് സെൻറ്റർ നോച്ചസ് ഇട്ട് വെക്കാം. ഈ ഒരു പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ത്രെഡ് വെച്ചിട്ട്, ഇത് പൈപ്പിംഗ് ത്രെഡാണ്. ഈ പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ പൈപ്പിംഗ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ഫാബ്രിക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഞാനിവിടെ ഈ ഒരു സിബ്ബർ ഫൂട്ട് വെച്ചിട്ടാണ് പൈപ്പിംഗ് ചെയ്തെടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 2 പീസ് ക്രോസ് പീസ് എടുത്തിട്ട് ഇതുപോലെയാണ് വെക്കേണ്ടത്. അതിനുശേഷം ഇതൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് എത്ര പീസ് വേണോ അതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. എക്സ്ട്രാ വരുന്ന ഫാബ്രിക് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ. ഞാൻ ഇവിടെ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് എടുക്കുക. അതിൻ്റെ മുകൾ വശത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഓക്കെ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് വെക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എത്രയാണ് നമുക്ക് പൈപ്പിംഗ് ത്രെഡ് നീളം ആവശ്യം അത്രയും നമുക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ സെൻറ്ററിലേക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുക. ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ ത്രെഡ് വെച്ചെടുത്തിട്ടുള്ള ആ ഭാഗത്തോട് ചേർത്ത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കണ്ടില്ലേ? എങ്കിൽ മാത്രമേ നമ്മുടെ പൈപ്പിംഗ് വളരെ നീറ്റിൽ ഇരിക്കുകയുള്ളൂ. കണ്ടില്ലേ? അപ്പം നമ്മളിവിടെ പൈപ്പിംഗ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം നമ്മൾ നമ്മുടെ ബോഡി പാർട്ട്, ഫ്രണ്ടിലെ പാർട്ടാണിത്. അതിന് മുകളിൽ നമ്മൾ പേപ്പർ ഷുഗർ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഫാബ്രിക് സെൻറ്ററെല്ലാം കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അതിന് ശേഷം നമ്മൾ ഈ പേപ്പർ ഷുഗറിൻ്റെ തൊട്ടരികെ വശത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പേപ്പർ ഷുഗറിൻ്റെ മുകളിലേക്ക് കയറാൻ പാടില്ല. തൊട്ടരികെ വശത്തിലൂടെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഏതൊരു നെക്കാണ് ചെയ്യുന്നത് ആ ഷേപ്പിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അത് നമുക്ക് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗത്ത് നിന്നും ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ചുറ്റിലും ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ മുകളിൽ തട്ടാതെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, എങ്കിലും അറിയാത്തവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ. നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കാം പുറത്തേക്ക്. അപ്പോൾ കണ്ടില്ലേ? നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഫാബ്രിക് കുറച്ചൊന്ന് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പൈപ്പിങ്ങിൻ്റെ ഒരു ഫീൽ ഇവിടെ കിട്ടും. ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്.
ഞാൻ കറക്റ്റ് അത് അകത്തേക്ക് മടക്കി വെച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നെക്കിൻ്റെ ആ ഒരു അരികുവശത്തൂടെ ഒന്ന് പ്രസ് സ്റ്റിച്ച് കൊടുത്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു വശത്ത് ഇതുപോലെ ഒന്ന് പൈപ്പിംഗ് ത്രെഡ്, നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ പൈപ്പിങ്ങിൻ്റെ ആ ഒരു പീസ് ഇതുപോലെ നമ്മുടെ ഏതൊരു ഷേപ്പിലാണ് നെക്ക് നമ്മൾ കട്ട് ചെയ്തത് അതിനനുസരിച്ചിട്ട് വച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ നമ്മുടെ നെക്കിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് പ്രസ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ട്, അരികുവശത്തിലൂടെ മാത്രം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അധികം ഗ്യാപ്പൊന്നും വിടാതെ ചെയ്യുന്നതായിരിക്കും വൃത്തി ഉണ്ടാവുക. ഓക്കെ, കണ്ടില്ലേ, നല്ല നീറ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പൈപ്പിംഗ് ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഫാബ്രിക്കിൻ്റെ അകംവശത്ത് നമ്മളിപ്പോൾ പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഫാബ്രിക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, വളരെ നീറ്റ് തന്നെ നമ്മുടെ പൈപ്പിങ്ങും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നെക്ക് കുറച്ചൊരു വിഡ്ത്ത് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ചുരിദാറിനും വെച്ച് കൊടുക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നെക്കിന് കുറച്ചുകൂടി ഭംഗി നമുക്ക് കൂട്ടണം എന്ന് തോന്നുകയാണെങ്കിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കണ്ടില്ലേ, അതല്ലെങ്കിൽ ഫാബ്രിക് കൊണ്ട് ഒരു ബോ പോലെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാം. ഞാനത് ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വെച്ചെന്നേ ഉള്ളൂ, സ്റ്റിച്ചൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ ബട്ടൺ വെക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നമുക്കിതിന് കൂടുതൽ ഭംഗിയുള്ളതാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഇവിടെ നൈറ്റ് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള വീഡിയോ ആണ്. നൈറ്റ് മുഴുവനായിട്ട് കാണിക്കാത്തത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുമ്പ് 2 or 3 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.